ഇത് കോതകുളം എന്ന് പറഞ്ഞ സ്ഥലത്ത്, കൈതാരം കോതകുളത്തുള്ള ദേശസൂചകം നബാർഡ് സപ്പോർട്ടഡ് ആയിട്ടുള്ള ദേശീയമായിട്ട് GI ഉൽപ്പന്നങ്ങൾ കിട്ടുന്നൊരു സ്ഥാപനമാണ്. അത്യാവശ്യം നല്ല പ്രോഡക്റ്റുകളാണ്. ഇതാണ് എൻ്റെ ഒരു ഇതിനകത്തുള്ള ഇവിടെ ലഭ്യമാകുന്ന സാധനങ്ങളുടെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെയാണ് ഈ കൊടുത്തേക്കുന്നത്. അപ്പോൾ കൈതാരം കോതകുളം ഭാഗത്ത് വരുവാണെങ്കിൽ ഇവിടെ കയറി പ്രോഡക്റ്റ് അത്യാവശ്യം നല്ല വിലയുണ്ട്, പക്ഷെ നല്ല തദ്ദേശീയമായ സാധനങ്ങളാണ്. ഞാനത് കുറച്ച് വീഡിയോ ആയിട്ട് കാണിച്ചു തരാം. ഇവിടെ ലഭിക്കുന്ന പ്രോഡക്റ്റിൻ്റെ കുറച്ച് പിക്ചറും കാര്യങ്ങളും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അരികൾ തന്നെ പലവ്യഞ്ജനം കാര്യങ്ങൾ അങ്ങനെയുള്ളത് ദേശീയമായ, അതായത് GI പ്രോഡക്റ്റ്, അഗ്രികൾച്ചർ പ്രോഡക്റ്റാണ് കൂടുതലും. കണ്ടോ പെയിൻ്റൊക്കെ സ്വർണ്ണ നിറമുള്ള ഗുഡ് ക്വാളിറ്റി പ്രോഡക്റ്റാണ്. വയനാടൻ തേയില, വയനാടൻ ചായപ്പൊടി, വയനാടൻ ചായപ്പൊടി കാര്യങ്ങളൊക്കെയാണ്. മലബാർ കുരുമുളക് പൊടി, ഗന്ധശാ അരി ഇപ്പം ഇല്ല, കാപ്പിപ്പൊടിയും കാര്യങ്ങളൊക്കെയാണ്. അവ തന്നെ വറുത്ത ഉപ്പിലിട്ട പിസ്ത, മില്ലറ്റ് കഞ്ഞി മിക്സ്, ചപ്പാത്തിപ്പൊടി കാര്യങ്ങൾ, മസാല ടീയാണ് ഇത്. പല ടൈപ്പുള്ള മസാല ടീയാണ്. ചപ്പാത്തി മിക്സ്, പിന്നെ മില്ലറ്റ് കഞ്ഞി മിക്സ്, അതുപോലെ തന്നെ ബിരിയാണി അരിയാണ്. അല്ല, കുതിരവാരി എന്ന് പറഞ്ഞ സംഭവം, ഇതെന്താണെന്ന് അറിയില്ല. ഇതെന്താ കേട്ടോ ഇത്? കുതിരവാരി എന്ന് പറഞ്ഞ ഒരു മില്ലറ്റാണ്. കുതിരവാലി എന്ന് പറഞ്ഞൊരു എന്തോ മില്ലറ്റാണ്, വെറൈറ്റി സാധനമാണ്, നമ്മളധികം കണ്ടിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ മണിച്ചോളം എന്ന് പറഞ്ഞ സംഭവം ഇതാണുണ്ടോ, മണിച്ചോളം പല ടൈപ്പ്. പിന്നെ ഇതെന്താ സംഭവം? പനിവരക് എന്ന് പറഞ്ഞൊരു മില്ലറ്റാണ്. പനിവരക് എല്ലാവരും കണ്ടിട്ടുണ്ടോന്നുള്ളത്, ഞാനിത് ആദ്യമായിട്ടാണ് കാണുന്നത്. തുറക്കാൻ പറ്റില്ല. പനിവരക് എന്ന് പറഞ്ഞൊരു മില്ലറ്റാണ്. പിന്നെ ഇതൊന്നും നമുക്കധികം പണ്ട് കാലങ്ങളിലൊരു 80s 90s പരിചയമുള്ള, നമ്മൾ പുൽപ്പായ എന്നൊക്കെ പറയുന്ന ഇതാണ്. ഞാൻ അങ്ങനെയാണ് പറയുന്നത്. ഇത് തഴപ്പായാണ് പണ്ടത്തെ. നല്ല രസമാണ്. മെത്തപ്പായ എന്നൊക്കെ അറിയപ്പെടും. ഇതൊക്കെ അധികം അപൂർവമാണ്, കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ പ്രൊഡക്ഷനും കാര്യങ്ങളും. അതെ, ഇതാണ് മെത്തപ്പായ. പണ്ട് കാലത്ത് ഗസ്റ്റൊക്കെ വരുമ്പോൾ ഉപയോഗിക്കുന്ന ഇത് കൊടുക്കുന്ന സാധനമാണ് മെത്തപ്പായ എന്ന് പറയുന്നത്. കണ്ട, ഇതൊക്കെ അധികം ഇപ്പൊ കുറവാണ്. പ്രൊഡക്ഷനൊക്കെ കുറഞ്ഞു തുടങ്ങിയില്ല കേട്ടാ, പ്രൊഡക്ഷനൊക്കെ കുറഞ്ഞു തുടങ്ങി. ഇപ്പൊ ഇതൊക്കെ ഉണ്ടാക്കുന്ന ആളുകളില്ലാണ്ടായി. ഈ മെത്തപ്പായ കാര്യങ്ങളൊക്കെ ഈ മെത്തപ്പായയുടെ റേറ്റ് 3200 സംതിങ് ആണ് പറയണത്, 3250. കണ്ടോ, തഴപ്പായ സ്ലീപ്പിംഗ് മാറ്റാണ് 3250 രൂപ റേറ്റ്. ഇപ്പോൾ റേറ്റ് കൂടാനുള്ള സാധ്യത എന്ന് വെച്ചാൽ ഇതിപ്പോൾ ഉണ്ടാക്കുന്ന ആളുകളുടെ ലഭ്യത കുറഞ്ഞു, ഇത് ചെയ്തെടുക്കുന്ന മെത്തേഡുകൾ കുറഞ്ഞു. അപ്പം അതുകൊണ്ട് ഇതിൻ്റെ റേറ്റൊക്കെ കൂടി. മറ്റേ പണ്ട് കാലങ്ങളിൽ പിള്ളേർ ജനിച്ച് ഡെലിവറി ചെയ്തിട്ട് കിടത്തിക്കൊണ്ട് 28-നൊക്കെ ഉപയോഗിച്ചിരുന്ന കുഞ്ഞ് മെത്തപ്പായാണ്. ഇതിലേക്ക് ഇരുത്തിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ചോറൂണും കാര്യങ്ങളെന്നൊക്കെയാണ് പറയുന്നത്. അതിൻ്റെ റേറ്റ് വന്നിട്ട് ഒരു 800 രൂപയോളം വന്നു. തഴ ബേബി മാറ്റ്, പണ്ട് കാലങ്ങളിൽ കുഞ്ഞു പിള്ളേർക്ക് ഉപയോഗിച്ച് അവരുടെ പ്രാഥമിക കാര്യങ്ങളും അവരെ കിടത്താനൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പായകളാണ്. അതേപോലെ ഇതേ പുതിയ വേറൊരു സംഭവം, നിസ്കാരപ്പായ.
ഇത് മുസ്ലിം സഹോദരങ്ങൾ നിസ്കരിക്കാൻ യൂസ് ചെയ്യുന്ന നമ്മുടെ ഇതെന്തിൽ മേക്ക് ചെയ്യണതാണ്? പുല്ല്, തഴപ്പുല്ല. യോഗ മാറ്റ് എന്നും അറിയപ്പെടും. അങ്ങനെ ഒരു സംഭവമാണ്. നിസ്കരിക്കാനൊക്കെ യൂസ് ചെയ്യുമെന്നാണ് പറയുന്നത്. അതെ, ഇതൊക്കെ നല്ല ഭംഗിയാണ്. ഇതൊക്കെ നാച്ചുറലാണ് കേട്ടോ. പുല്ലുവർഗത്തിൽ നിന്ന് ഈ തഴ എന്ന് പറഞ്ഞത് എന്തോ കൈത അല്ലേ, കൈതയുടെ ഇല പ്രോസസ്സിങ് ചെയ്തെടുക്കുന്ന മാറ്റുകളാണ്. അതിനകത്ത് കളറൊക്കെ ആഡ് ചെയ്ത് നല്ല ഭംഗിയില്ലേ. പുൽപ്പായ എന്ന് അറിയപ്പെടുന്ന കാണാൻ എങ്ങനെയുണ്ട്? സൂപ്പറല്ലേ? ഇതിന് അതായത് പുൽപ്പാല എന്ന് പറയുന്ന കള്ളിമംഗലം പന്തിപ്പായ, അതിന് 1500 രൂപയാണ് റേറ്റ്. യോഗ മാറ്റ് എന്നൊക്കെ അറിയപ്പെടുന്ന പുൽപ്പായക്ക് 3125 രൂപയാണ് കേട്ടോ ഈ പായയുടെ വില. ദിസ് വൺ ലിമംഗലം എന്ന് അറിയപ്പെടും. കിളിമംഗലം അതാണ് കിളിമംഗലം. പഞ്ഞിപ്പായ എന്നൊക്കെ അറിയപ്പെടും. പണ്ട് ഹുക്ക എന്നൊക്കെ പറഞ്ഞ സംഭവമല്ലേ, കരകൗശല പ്രോഡക്റ്റും ഇവിടെ ഉണ്ട് കണ്ടോ. കരകൗശല ഇതാണ് ആറന്മുള കണ്ണാടി എന്ന് പറഞ്ഞ സംഭവം. അതിൻ്റെ ഡീറ്റെയിൽ ഇംഗ്ലീഷിൽ കൊടുത്തിട്ടുണ്ട്. ഒന്ന് പോസ്റ്റ് ചെയ്ത് തരാം, ഒന്ന് വായിച്ച് നോക്കുക, അറിയാൻ പറ്റും. 2800 രൂപ ഉണ്ടോ ഈ കണ്ണാടിയുടെ വില. ഇതിൻ്റെ വില 2100. അതൊന്ന് പറയാം കേട്ടോ എങ്ങനെയാണെന്നുള്ളത്. ഇത് ഹാൻഡ് മെയ്ഡായിട്ട് ചെയ്യുന്ന സാധനമാണ്. ചണവും പിന്നെന്താ ലോഹക്കൂട്ടുകൾ ഈയോ ഒക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്യുന്ന സംഭവമാണ്. അതിൻ്റെ ട്രഡീഷണൽ ഇതിലുണ്ട്. ഇതിനകത്ത് അതിൻ്റെ ഡീറ്റെയിൽ ഉണ്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത്. AD 800 ഇത് ഒരു തുടങ്ങിയേക്കണേന്നൊക്കെയാണ് അതിൻ്റെ ഡീറ്റെയിൽ. അത് വായിച്ചു നോക്കി അറിയാൻ പറ്റും ഫുൾ ഡീറ്റെയിൽ. കൂടുതൽ അറിയുന്നുണ്ടെങ്കിൽ ആറന്മുള കണ്ണാടിയിൽ നിന്ന് യൂട്യൂബ് ചെയ്ത് അതിൻ്റെ ഡീറ്റെയിൽ കിട്ടും, അല്ലെങ്കിൽ ഗൂഗിൾ ചെയ്തൊക്കെ കിട്ടും. ഇപ്പം നമ്മൾ കാണുന്നത് പയ്യന്നൂർ പവിത്ര മോതിരം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡെമോ ആണ് അല്ലേ. അതിൻ്റെ ഡെമോ ആണ്. ഇതാണ് പയ്യന്നൂർ പവിത്ര മോതിരം. അതിൻ്റെ ഡീറ്റെയിൽ ഈ നോട്ടീസിലുണ്ട്. അത് ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. പയ്യന്നൂർ പവിത്ര മോതിരമാണ് നമ്മൾ കുറച്ച് മുമ്പ് കണ്ടത്. അത് തന്നേക്കാം. അതെന്താന്നുള്ള ഡീറ്റെയിലാണ് ഈ കൊടുത്തേക്കുന്നത്. പയ്യന്നൂർ പവിത്ര മോതിരമാണ് ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നത്. അതെ, ഈ വെച്ചേക്കുന്നത് പയ്യന്നൂർ പവിത്ര മോതിരം. ഇതാണ് സംഭവം. അളവുകളാണ് ഓരോരുത്തരുടെ കൈയുടെ അളവിനനുസരിച്ച് ഓർഡർ സ്വീകരിച്ചിട്ട് അവരത് ചെയ്തു കൊടുക്കുമല്ലേ. ചെയ്തു കൊടുക്കും എന്നാ പറയുന്നത്. അപ്പം അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെയാണ് ഇത്. നാള് നോക്കി ചെയ്യുന്നത് മെത്തേഡ് ഇതിലുണ്ട്.